കേട്ടോ നമ്മള് പുറത്ത് പോവാണല്ലോ. പുറത്ത് പോകാനോ പോണ്ടല്ലേ അല്ലേ? നമുക്ക് പോണ്ടൊന്ന് വീട്ടിൽ പോയാലോ? തിരിച്ചു പോയാലോ? വെയിലായിട്ട് ഒളിച്ചു കിടക്കുക. വെയിലാണെ പിന്നെ പുള്ളി എഴുന്നേക്കൂല. അതാണോ കണ്ണുകൂട്ടിയിരിക്കുന്നേ? ലുലുവിൽ എന്താണല്ലേ അറിയോ? ലുലുന്ന് എന്തായിരുന്നു അറിയോ? ലുലുന്ന് മേടിക്കാനുള്ള എന്താ അറിയോ? ഹെയർ ബാൻഡ്. ഹെയർ ബാൻഡ് ഇല്ല എന്റെ. ഹെയർ ബാൻഡ് എവിടെ പോയല്ലേ? നമ്മൾ എങ്ങോട്ടാ പോണ്ടത്? രാവിലെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വെള്ളിയാഴ്ച രാവിലെ മുട്ടായി മേടിക്കാനാണ് ഞങ്ങൾ കാറെടുത്ത് പോകുന്നത് അല്ലേ? ഏതെങ്കിലും മുട്ടായി തീർന്നു പോയോ? അയ്യോ എടാ നൂന് പുറകെ ഇരിക്കേ. ഇല്ല എന്നെ പോലീസ് പിടിക്കൂലേ? അല്ലെങ്കിൽ പോലീസ് പിടിക്കൊന്നുമില്ല. ഞാൻ അറസ്റ്റ് ചെയ്യും പോലീസ്. പോലീസോട് നൂന് എന്ത് പറയും? ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഫ്രൈഡേ വീക്കെൻഡ് ആണ്. അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയില്ല. ഇക്ക കാറിലോട്ട് കയറാൻ പറഞ്ഞു, കാറിൽ കയറി. ഇനിയിപ്പം മണ്ണൊക്കെ വാങ്ങാണ്ട് ചെടിയൊക്കെ നടാനായി, ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ എങ്ങോട്ടൊക്കെ ഇക്ക പോകുന്നത് അങ്ങോട്ടൊക്കെ പോകും. നൂന് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പോൾ പുള്ളി നല്ല എക്സൈറ്റഡ് ആണ്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ബാക്കിലോട്ടൊന്നും വരുന്നില്ല. നൂന് ഇങ്ങോട്ട് വാടാ. ഇടാ വരാന് പോലീസ് പിടിക്കണം. നിന്റെ അച്ഛനാടാ പറയുന്നത് പുറകോട്ടിരിക്കും. പോലീസ് പിടിക്കൂലേ? പോലീസ് പിടിച്ചാ എന്തു പറയും നൂനു? പോലീസ് പിടിച്ചാ എന്തു പറയും? നൂനിന് പറ്റത്തില്ല എന്ന് പറയും പോലീസ്. പോലീസിനോട് പറയും നൂനിന് പറ്റത്തില്ല. സുന്ദരിനെ കാണട്ടെ, കാണട്ടെ സുന്ദരി. സുന്ദരിന്റെ മുഖം എന്ത്? ഇതാണ് സുന്ദരി. അതാണോ മുഖം? കുറേ ഇങ്ങനത്തെ കടകൾ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെടീനെ സംബന്ധിച്ച് എന്താണേലും നമുക്ക് അവിടെ പോയി വാങ്ങിയാൽ നല്ല സാധനമായിരിക്കും. അപ്പം ഈ കാണുന്നൊക്കെയാണ് കടകൾ. ഒരുപാടെണ്ണം ഉണ്ട്, ഇങ്ങനെ അടുപ്പിച്ചുണ്ടാവും. ഔട്ട്ഡോർ കൂടാതെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനും അതിന് പറ്റിയ പോട്ട്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു കളക്ഷൻസ് വേറെ ആയിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ അതൊക്കെ നോക്കാൻ കയറി. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മണ്ണ് വാങ്ങാനായിരുന്നു. മണ്ണും കമ്പോസ്റ്റും കൂടെ വാങ്ങാനായിരുന്നു. പിന്നെ ചെടി, കറിവേപ്പില അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിരുന്നു. പിന്നെ ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ നമ്മൾ ആദ്യമേ അതൊക്കെ ഒന്ന് കയറി കണ്ടു. കഞ്ചാവോ? മണ്ണൊക്കെ വാങ്ങി
വാങ്ങി അവരെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പോസ്റ്റും ആ കടയിൽ നിന്ന് തന്നെ വാങ്ങി ഇതെല്ലാം ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനോ കുട്ടികൾക്ക് ഇറങ്ങാൻ കഴിയൂല ഇവിടെ, അതാണ് കേട്ടോ. ഇറങ്ങാൻ കഴിയൂലടാ. ആര് പോലെ? അഞ്ചോ? അരേനത്തിന്റെ അടുത്തോ? അത് അരേന സിമെന്റും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കാം. പൊയ്ക്കൊപ്പിച്ചിരി ഉടപ്പിക്കാം. आदमी दे देगा आपको दोनों. ഇതില് നല്ല എണ്ണ എടുക്കാനല്ലേ? എന്ത് വാങ്ങാൻ വന്നാ? തക്കാളിയോ? നൂന് തക്കാളി ഏറ്റവും ഇഷ്ടം? ഇത് വിത്തുകളാ, വിത്തുകള്. നൂന് ചെടി നടാൻ ഇഷ്ടമാണോ? വളരെ ഇഷ്ടായോ? എവിടെ പോണോ? ഇതെന്താ നൂനു? ഇമ്മമ്മ എന്തൊക്കെ വാങ്ങാനാ നൂനെ പറഞ്ഞു വിട്ടത്? മുരിങ്ങ, പിന്നെ കറിവേപ്പില. തക്കാളി വാങ്ങാൻ പറഞ്ഞായിരുന്നോ? എപ്പോ? നൂനോട് പറഞ്ഞു വിട്ടേ? ഉമ്മ പറഞ്ഞോ തക്കാളി വാങ്ങാൻ പറഞ്ഞോ? ആ തക്കാളി വാങ്ങാൻ പറഞ്ഞോ? ഉമ്മ പിന്നെ എന്തൊക്കെയാ പറഞ്ഞു വിട്ടേ നൂനോട്? നന്നായിട്ടുണ്ടോ? ആയിട്ട് പോവാ. ആ അത് രണ്ടെണ്ണം വെറുതെ മണ്ണ് വെച്ച് കൊടുത്താൽ മതിയേക്കും അല്ലേ? മുരിങ്ങ ഉണ്ടോ? അതെങ്ങനെയാ ഇപ്പൊ? നമ്മള് കരിവേപ്പും മുരിങ്ങയും നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയേ. കരിവേപ്പ് കിട്ടി. മുരിങ്ങ വലുതാണ്, അപ്പോൾ നമുക്ക് മണ്ണിൽ വെക്കണം. ഇവിടെ മണ്ണിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല, പോട്ടിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം കരിവേപ്പ് വാങ്ങി, പിന്നെ മല്ലീൻ്റെ അരിയും വാങ്ങി. ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഒന്നുകൂടെ വാങ്ങണോ? ഒന്നുകൂടെ വാങ്ങണോ? तो बड़ा 3 का ले लो ना, फिर ये 4 हो जाएगा. बड़ा 3 का ले लो. ലുലുവിലും ഒന്ന് കയറണമായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ജസ്റ്റ് ലുലുവിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഗ്രാൻഡ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളും കൂടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതുവഴി കറങ്ങി പോയി എന്നുള്ളതേ ഉള്ളൂ. ഉള്ളിലേക്കൊന്നും കയറിയില്ല. നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ പോയി. ഇല്ല, വീഡിയോ എടുക്കില്ല, വെറുതെ ഒരു ഗാനം ആലപിച്ചാൽ മതി. സംഗതി അത്ര കണ്ട് ശരിയായില്ല. നൂനെ ഒരു പാട്ട് പാടിക്കാടാ. ഉച്ചക്ക് പാട്ട് പാടി കൊടുക്ക്. ചിക്കൻ ദം ബിരിയാണി ഇല്ലേ? ആ 2 ചിക്കൻ ദം ബിരിയാണി. हाँ 2 चिकन दम बिरयानी. 3 तालश्शेरी दम बिरयानी है. तालश्शेरी दम बिरयानी है. പിന്നെ റോവി ഏരിയയിൽ മറ്റേ തലശ്ശേരി ദം ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ്. കണ്ടു വെച്ചോ, അൽഫൈലാക്ക്. ഇതാണ് ഷോപ്പ്. അയ്യോ കിട്ടിയല്ലോ, നൂന് കിട്ടിയല്ലോ. നൂനോ ദേ ബിരിയാണി ഇടാ. നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? വീട്ടിൽ പോയി കഴിക്കാം. ബിരിയാണി വേണോ? വീട്ടിൽ പോണ്ട, പക്ഷെ കഴിക്കാം. വീട്ടിൽ പോണ്ട, പക്ഷെ ബിരിയാണി കഴിക്കാല്ലേ? വണ്ടിയിൽ ഇരുന്ന് കഴിക്കാം. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോവാം.
വീട്ടിൽ കയറടാ. അത് അവിടെ സൈഡിൽ ഇട്ടാ മതി. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നു, മണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ നിറയ്ക്കണം. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്. ബായ് പറയും.